റീൽസിനി പ്രത്യേക ആപ്പിലേക്ക്. റീൽസിനായി പുതിയ പ്രത്യേക ആപ്പ് നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് മെറ്റ. നിലവിലെ ഇൻസ്റ്റഗ്രാം റീൽസ് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് റീൽസിന് മാത്രമായി പ്രത്യേക ആപ്പ് എന്ന രീതിയിലേക്കാണ് മെറ്റയുടെ നീക്കം. ചൈനീസ് ഉടമസ്ഥതയിലുള്ള ടിക്ടോക്കിന് US-ൽ ഭാവിയിൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന സൂചനകൾ വന്നതോടുകൂടിയാണ് മെറ്റയുടെ ഈ ഒരു സുപ്രധാന നീക്കത്തിന് കാരണം. കൂടാതെ ഈ അടുത്തായി ടിക്ടോക്കിന്റെ മാതൃകമ്പനിയായ ബൈറ്റ് ഡാൻസിന്റെ ഉടമസ്ഥതയിലുള്ള വീഡിയോ എഡിറ്റിംഗ് ആപ്പായ ക്യാപ്കട്ടിന്റെ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട് എഡിറ്റ്സ് എന്ന പേരിൽ മെറ്റ പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്പ് പുറത്തിറക്കിയിരുന്നു. അതുപോലെ തന്നെ ടിക്ടോക്കിനോട് മത്സരിക്കാൻ 2018-ൽ മെറ്റ ലാസോ എന്ന പേരിൽ ഒരു വീഡിയോ ഷെയറിംഗ് ആപ്പ് പരീക്ഷിച്ചിരുന്നു. എന്നാൽ ആ ആപ്പിന് കാര്യമായ പ്രചാരമൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ആ ആപ്പ് നിർത്തലാക്കുകയായിരുന്നു. അതേസമയം ഇൻസ്റ്റഗ്രാം റീൽസ് വളരെയധികം ജനപ്രീതി നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റീൽസ് ഒരു പ്രത്യേക ആപ്പായി പുറത്തിറക്കിയാൽ ടിക്ടോക്കിന് ഒരു ശക്തമായ എതിരാളിയായി മാറാൻ സാധിക്കുമെന്ന മുൻവിധിയോടെയാണ് മെറ്റ ഈ ആപ്പുമായി മുന്നോട്ട് പോകുന്നത്.